കഴിഞ്ഞ 28 ദിവസങ്ങളായിട്ട്, അതായത് 4 ആഴ്ചകൾ ആയിട്ട് അമ്പലപ്പുഴ ഭഗവാന്റെ സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വൈശാഖ യജ്ഞോത്സവം നാളെ പുഷ്പാഭിഷേകം, ലക്ഷാർച്ചന തുടങ്ങിയ ചടങ്ങുകളോടുകൂടി സമാപിക്കുകയാണ്. അന്നേ ദിവസം വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ചടങ്ങുകൾ, ഭഗവാന്റെ പൂജകളും ഒക്കെ തന്നെ നാളെ നടക്കുന്നുണ്ട്. രാവിലെ ഭഗവാന്റെ പള്ളിയോടത്തിൽ കഴിഞ്ഞാൽ അഭിഷേകത്തിനോടൊപ്പം അഷ്ടാഭിഷേകം, എണ്ണ, നെയ്യ്, തേന്, പാല്, പിന്നെ കരിക്ക് വെള്ളം, കരിമ്പ് നീര്, പിന്നെ കളഭം, ഇങ്ങനെ 8 തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഭഗവാന് ഈ അഷ്ടാഭിഷേകം എന്ന് പറയുന്ന ആ അഭിഷേകം നടക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന പഞ്ചാമൃതാഭിഷേകം. ഭഗവാന് സാധാരണഗതിയിൽ അങ്ങനെ അമ്പലപ്പുഴ കൃഷ്ണന് പഞ്ചാമൃതാഭിഷേകം നടക്കാനുള്ള വൈശാഖകാലത്ത് മാത്രമാണ് നമ്മൾ ആണ്ടിലൊരിക്കൽ ഈ വൈശാഖകാലത്ത് ഒരു ദിവസത്തെ പഞ്ചാമൃതാഭിഷേകം, കദളിപ്പഴവും മറ്റു പഴങ്ങളെല്ലാം കൂടെ, ശർക്കര, കദളിപ്പഴം, ഞാലിപ്പൂവൻ പഴം, പിന്നെ തേന്, നെയ്യ് തുടങ്ങിയ വസ്തുക്കളെല്ലാം ചേർത്ത് കൂട്ടിയെടുക്കുന്ന, ഇടിച്ചെടുക്കുന്ന പഞ്ചാമൃതം, അത് ഭഗവാന് അഭിഷേകം ചെയ്യും. അത് അഭിഷേകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ഭാഗം ഭഗവാന് നിവേദിക്കുകയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ മുളയറയിൽ രുദ്രാഭിഷേകമുണ്ട്. മുളയറയിൽ മഹാദേവന് അവിടെ കരിക്ക് കൊണ്ടും പനിനീര് കൊണ്ടും ഒക്കെ രുദ്രാഭിഷേകം. രാവിലെ ഒരു 5 മണിയോടുകൂടി, പ്രഭാതത്തിൽ 5 മണിയോടുകൂടി ഈ യജ്ഞം നടക്കുന്ന നാടകശാലയിൽ കഴിഞ്ഞ 28 ദിവസങ്ങളിലായിട്ട് നടന്നു വന്നിരുന്ന ഗണപതി ഹോമത്തിന്റെ ഒരു സമർപ്പണം എന്നുള്ള രീതിയിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉണ്ടാവും. തന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്, താന്ത്രിക ചടങ്ങുകളോടുകൂടി ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം നടക്കും. ആ ഗണപതി ഹോമം നടന്ന് അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിന് ശേഷമോ കുളപ്പുരയിൽ ലക്ഷാർച്ചനയുടെ കുംഭം പൂജ നടക്കും. വെള്ളിക്കുടത്തിൽ മഞ്ഞപ്പൊടി നിറച്ച് ബ്രാഹ്മണ സമൂഹം, അമ്പലപ്പുഴ ബ്രാഹ്മണ സമൂഹത്തിന് നേരത്തെ ബ്രാഹ്മണരിരുന്നു കൊണ്ട് അർച്ചന നടത്തും. അതിന് മുന്നോടിയായിട്ട് തന്ത്രി രാവിലെ ഈ കുംഭം പൂജിച്ച്, താന്ത്രികമായ വിധികളോടെ പൂജിച്ച് ഒരു ചൊല്ലി അതിൻ്റെ തുടക്കം കുറിക്കും. അതിനുശേഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഭഗവാന്റെ സഹസ്രനാമം ചൊല്ലി അർച്ചന കഴിക്കും. വൈകുന്നേരമാണ് ഈ അർച്ചനാ കുംഭം ഭഗവാന് ശ്രീലോകത്തോട്ട് എഴുന്നള്ളിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത്. ഈ ലക്ഷാർച്ചന തുടങ്ങിക്കഴിഞ്ഞാൽ യജ്ഞം നടക്കുന്ന യജ്ഞശാലയിൽ ലക്ഷ്മീനാരായണ പൂജയുണ്ട്. ഭഗവാനെയും ലക്ഷ്മിയെയും സങ്കല്പിച്ചുകൊണ്ട് വിളക്ക് കെട്ടി അലങ്കരിച്ച് താന്ത്രിക ചടങ്ങുകൂടി തന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ലക്ഷ്മീനാരായണ പൂജ. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷമാണ് അകത്തേക്ക് ഈ ലക്ഷാർച്ചന നടത്തിയ കുംഭം എഴുന്നള്ളിക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പ്രദക്ഷിണമായിട്ട് ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്ത് അകത്തു വന്ന് ഭഗവാന് ഈ ലക്ഷാർച്ചന കുംഭം, അതിലുള്ള ദ്രവ്യം അഭിഷേകം ചെയ്യും. അതിനോടൊപ്പം തന്നെ പുഷ്പാഭിഷേകം. അതും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമ്മളിവിടെ വൈശാഖകാലത്താണ് ഇവിടെ ഈ പുഷ്പാഭിഷേകം നമ്മൾ സാധാരണയായിട്ട് നടത്താറുള്ളത്. അത് നാളെയാണ്. ഈ വൈശാഖം സമാപിക്കുന്ന നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വൈശാഖ യജ്ഞ മഹോത്സവം സമാപിക്കുന്ന നാളെയാണ് നമ്മുടെ പുഷ്പാഭിഷേകം നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ അത് പിന്നെ വൈകുന്നേരം ദീപാരാധനയ്ക്കും ലക്ഷാർച്ചന കുംഭം അഭിഷേകത്തിനും ശേഷം ഉണ്ടാവും. അതിന് അത്താഴ പൂജ. അത് കഴിഞ്ഞ് പിന്നെ നട അടയ്ക്കും. അതോടുകൂടി നമ്മളുടെ ഈ ആണ്ടത്തെ വൈശാഖ യജ്ഞം സമാപിക്കും. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 29 ദിവസങ്ങളിൽ നടന്ന ഈ ചടങ്ങുകൾക്കൊന്നും തന്നെ നിർബന്ധമായിട്ട് ഉള്ള പണപ്പിരിവ് കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് എന്തെങ്കിലും സ്വരൂപിച്ചോ ഒന്നുമല്ല. സ്വമനസാലോടി ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനോട് താല്പര്യമുള്ള ഭക്തജനങ്ങൾ സ്വമനസാലെ അർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അർപ്പിക്കുന്ന കാര്യങ്ങളോ ഒക്കെയാണ് ഈ 29 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നു പോകുന്നത്. കഴിഞ്ഞ 10-60 വർഷങ്ങളായിട്ട് നടക്കുന്ന ഈ മഹാസംരംഭം ഭഗവാൻ മുടക്കാതെ കൊണ്ടുപോകുന്നു. ഭഗവാൻ പാർശ്വനാഥന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.